എപ്പോഴായാലും ഈ അപ്പകാച്ചനെ പറയുമ്പോൾ നമ്മൾ ഹരിഹരനഗറിൽ ഈ വേറെ കാര്യത്തിന് പോകുമ്പോൾ വരുന്ന വേറെ സംഘം എന്ന് പറയുന്നതിനകത്ത് അത് ശരിക്ക് ഹരിഹരനഗറില് 4 അപ്പാജിയായിരുന്നു എന്ന് വെച്ചാൽ ജഗദീഷ് ആയിരുന്നു. പക്ഷെ ജഗദീഷിനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ഡേറ്റ് ഇല്ല, അടുത്ത കാലത്തെങ്ങും ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ അടിയായി പോയി. കാരണം ജഗദീഷ് കണ്ടു തന്നെ നമ്മൾ മനസ്സിൽ കണ്ടു തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ അപ്പാജെ ആ വേഷത്തിലേക്കല്ല, സിദ്ദിഖിന്റെ വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അത് പക്ഷെ അപ്പാജെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ജഗദീഷിനെ എവിടെ വെച്ച് കണ്ടപ്പോൾ വെച്ചു, എന്നാലും നിങ്ങൾ ഭയങ്കര ചതിയായി. ആ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പടത്തിന് ഞങ്ങൾ പിടിച്ച കാര്യമൊന്നും. ഞാൻ ഫ്രീ, നിങ്ങളുടെ പടത്തിന് അഭിനയിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ തിരിച്ചോടോ അങ്ങനെ അപ്പകാജ മറ്റേ വേഷത്തിലേക്ക് പോയതാണ്, നമ്മുടെ കാറ്റ് കുതിക്കുന്ന വേഷം. പക്ഷെ ഈ അപ്പകാജ ക്യാരക്ടറുകളില്ലേ, ഈ സിദ്ദിഖ് സാറിന്റെ എഴുത്തിലാണോ നിങ്ങളുടെ എഴുത്തിൽ? കാരണം ഇപ്പം മാന്നാർ മത്തായില് ജനാർദ്ദനൻ ചേട്ടന്റെ സംഘത്തിന്റെ ഒരു സംഘമുണ്ട്. ഇവർക്ക് ഈ കഥയിലൊരു ബന്ധമില്ല, മെയിൻ സ്ഥലങ്ങളിൽ ഉടക്ക് വെക്കാനായിട്ട് ഇവർ കൃത്യമായിട്ട് വരും. ഈ അപ്പകാജൻ ടീം ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിലെ ഫൈറ്റിൽ ഇവർ ഓടി അവിടെ കയറുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഓൾറെഡി അടിക്കാൻ പാത്തിന് റെഡിയായിട്ട് ഈ സംഘം ഇരിക്കുന്നുണ്ട്. ഹരിഹരനാഥ് 2 എനിക്കതാണ് പെട്ടെന്ന് ശരി വന്നത്. ഹരിഹരനാഥ് 2 ഒരു പോലീസ് ഓഫീസറായിട്ട് അപ്പാജയുണ്ട്. അപ്പൊ അപ്പാജെ കൊണ്ടുവന്ന ക്യാപ്പ് കുറച്ച് ലൂസായിരുന്നു, അതായത് കുനിഞ്ഞ താഴെ വീഴും. അതിങ്ങനെ തല വെച്ച് കഴിഞ്ഞിങ്ങനെ ആടും തലാനൊക്കെ. പക്ഷെ ആ സമയം നിവൃത്തിയില്ല, അത് എടുക്കാൻ വേണം. അപ്പൊ അന്ന് സിദ്ദിഖ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീപ്പിൽ ഇറങ്ങി അപ്പാജ നടന്നു വരുമ്പോ സിദ്ദിഖ് ചോദിച്ചു, അപ്പാജ തൊപ്പി വെച്ച് വരികയാണോ തൊപ്പി ചുമന്നുകൊണ്ട് വരികയാണോ? എനിക്ക് ഇപ്പോഴും ആ വിഷ്വലുണ്ട്. കാരണം ഇയാൾ നടക്കുമ്പോ തൊപ്പി കുണുങ്ങുന്നുണ്ട്. ഈ നമ്മൾ പാട്ടിനെ പറ്റിയായിരുന്നു നിങ്ങളുടെ വേറൊരു പ്രത്യേകത കൂടെ, ഈ ഹിന്ദി ബോഡി ഗാർഡ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത, നിങ്ങൾ മിക്ക സിനിമകളിലും പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് വലിയ ഒരു സെന്റിമെന്റ്സ് സീനിന്റെ വാലയിൽ ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുന്നു. ഗോഡ് ഫാദറിൽ ഈ സഹോദരന്മാര് തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ട് വന്ന് കയറുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഹിറ്റ്ലറിലുണ്ട്, എല്ലാ പടത്തിലും തന്നെ ഉണ്ട്. കണ്ണീർ കായലുണ്ട്, ഫ്രണ്ട്സിൽ കടൽ കാറ്റിൻ നെഞ്ചിൽ എന്ന് പറയുന്ന പാട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് കഥ പറയുമ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആളുകളുടെ ഒരു താല്പര്യത്തിന്റെ ഗ്രാഫ്. അതിങ്ങനെ കഥ തുടങ്ങി ആളുകൾ ഇങ്ങനെ അടുത്ത എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അത് ബിൽഡ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് ഈ പടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി ഉത്തരത്തെ തലയിടിച്ച് ചത്തുപോകും. കാരണം അതിന്റെ മേലെ നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും ഒരു പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പാരലായിട്ട് പതുക്കൊന്ന് താഴേക്ക് വരും. എന്നാലും അതൊരു ബോറടിയായിട്ട് തോന്നിയില്ല. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറ്റാം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പാട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാട്ടാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, കുട്ടിയായി, അത് കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥയൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ 3 മിനിറ്റ് പാട്ടിൽ പറയാം. ആ സീനിൽ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അവസാനിക്ക കടൽ കാറ്റിൻ നെഞ്ചിൽ തന്നെ ആയാലോ? ഫ്രണ്ട്സ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരടിഞ്ഞ രാത്രി തളർന്നു, തിരയിളകുന്നു, നുര ചിതറുന്നു ഇരുളിൻ തീരങ്ങളിൽ, കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യ മയങ്ങി.